മോഷ്ടാക്കൾ സാധാരണ ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, പണം, മൊബൈൽ ഫോൺ, ATM കാർഡ്, മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇങ്ങനെയാണ് മോഷ്ടിക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുംബൈയുടെ പ്രാന്തപ്രദേശമായ മലാഡിയിലെ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളന്റെ പ്രവൃത്തി ഏവരെയും ഞെട്ടിച്ചു. മോഷ്ടിക്കാൻ കയറിയെങ്കിലും വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ളതൊന്നും കണ്ടെത്താൻ മോഷ്ടാവിന് കഴിഞ്ഞില്ല. ഒടുവിൽ ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെ ചുംബിച്ചുകൊണ്ട് ഒന്നും എടുക്കാതെ കള്ളൻ കടന്നു കളയുകയായിരുന്നു. വീട്ടുകാർ കള്ളന്റെ വിചിത്രമായ പ്രവൃത്തിയെക്കുറിച്ച് കൂറ്റാറ് പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് ഊർജിതമായി തന്നെ അന്വേഷിക്കുകയും ചെഞ്ചൽ ചൗധരി എന്ന കള്ളനെ പിടികൂടുകയും ചെയ്തു. ഈ മാസം 2-ാം തീയതിയാണ് വിചിത്രമായ ആ മോഷണം നടന്നത്. വീട്ടിൽ താൻ തനിച്ചായിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി കള്ളൻ കയറിയതെന്ന് വീട്ടുകാരി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അന്നേ ദിവസം രാത്രിയോടെ ചെഞ്ചൽ ചൗധരി വീട്ടിൽ അതിക്രമിച്ചു കയറി വാതിൽ അകത്തുനിന്നും പൂട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കമ്മലുകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, പണം, മൊബൈൽ ഫോൺ, ATM കാർഡ് എന്നിങ്ങനെ ഓരോന്നായി എടുക്കാൻ അയാൾ വീട്ടുകാരിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ചഞ്ചൽ ആവശ്യപ്പെട്ട സാധനങ്ങളൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഒടുവിൽ അയാൾ തന്നെ ബലമായി ചുംബിച്ച് കടന്നു കളയുകയായിരുന്നെന്ന് സ്ത്രീ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. യുവതിയുടെ പരാതിയിൽ പോലീസ് കാര്യമായ അന്വേഷണം തന്നെ നടത്തി. ഒടുവിലാണ് ചെഞ്ചൽ ചൗധരിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളും ഇതേ പ്രദേശത്തു നിന്നുള്ള ആളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതേസമയം പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഇയാൾ ഇപ്പോൾ തൊഴിൽ രഹിതനാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. 38-കാരിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ശിക്ഷാ നിയമം പ്രകാരം ഇയാൾക്കെതിരെ മോഷണശ്രമത്തിനും പീഡനശ്രമത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.